തുടരും എന്ന സിനിമയെക്കുറിച്ച് ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം സിനിമ അതുപോലെ സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി കിട്ടുന്ന ആദ്യത്തെ ചിത്രം എന്നാണ് അതിനകത്ത് ഒരു പരസ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അത്രയ്ക്കും എന്തുമാത്രം ആളുകളിലേക്ക് ആ സിനിമ എത്തി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ സിനിമ അദ്ദേഹത്തിന് നല്ല സ്പേസ് കിട്ടിയ, നല്ല ഡയറക്ടറെ കിട്ടിയ, അദ്ദേഹം പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പലപ്പോഴും തെളിയിച്ചാണ്. എത്രയൊക്കെ ആൾക്കാർ അദ്ദേഹത്തെ കുറ്റം പറയാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിനൊരു സ്പേസ്, ഒരു പ്ലോട്ട്, ഒരു നല്ല ഡയറക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നും ഒരു പെർഫോമറാണ്. തരുൺമൂർത്തി ആണെങ്കിൽ നമുക്കറിയാം 2 പടം ചെയ്ത് പ്രൂവ് ചെയ്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വെറുതെ ഒരു മോഹൻലാൽ സിനിമ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചാടി ഇറങ്ങത്തില്ല. അദ്ദേഹം അതുപോലെ പ്ലാൻ ചെയ്ത് ഇറങ്ങുള്ളൂ തെളിയിച്ചു കഴിഞ്ഞു. അതിനകത്ത് എല്ലാവരും ഞെട്ടിച്ച കാര്യം ജോർജ് സാറാണ്. ഈ ജോർജ് സാർ എന്ന് പറയുന്ന പ്രകാശ് ശർമ്മയുടെ കഥാപാത്ര സിനിമയ്ക്കകത്ത് ഉള്ളതായിട്ട് പോലും ആർക്കും ആദ്യം അറിയില്ലായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആദ്യം ഇദ്ദേഹം ആരാണ്, ഇത് ഒരു സീരിയൽ നടൻ വല്ലതാണോ അതോ നാടക നടൻ വല്ലതാണോ? കാരണം തരുൺമൂർത്തി തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ സംശയിച്ചിരുന്നു. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പെർഫോമൻസ് കാരണം നമ്മൾ ഇതിനെ പേടിച്ച് ഞെട്ടി. അവസാനം ഇദ്ദേഹം സ്ക്രീനിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ വല്ലതും ചെയ്യുന്നവരെ പേടിയായി പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ്, അത്രയ്ക്ക് നല്ല ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രകാശ് ശർമ്മ എന്ന ആക്ടർ എന്ന് പറയാം. പക്ഷേ അതേ ആക്ടർ ആയതിനു മുമ്പ് ക്യാമറയ്ക്ക് പിന്നിൽ ഒരു അതായത് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു ആഡ് ഡയറക്ടർ, മോഹൻലാലിനെയും അല്ലെങ്കിൽ നമ്മുടെ ഷാരൂഖ് ഖാനെയൊക്കെ വെച്ച് വലിയ അറിയപ്പെടുന്ന ഹിറ്റായ വമ്പൻ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ട് ഡയറക്ടറുടെ കാര്യമൊക്കെ ആൾക്കാർ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങുന്നത്. അതുവരെ ഇദ്ദേഹം ഒരു പുതുമുഖമായാണെന്നൊക്കെ കരുതി ഇരുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ക്യൂ സ്റ്റുഡിയോ എന്ന ചാനലിനകത്ത് മനീഷ് നാരായണൻ്റെ കൂടെ ഒരു ലെങ്തി ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. വളരെ മനോഹരമായ ഇൻ്റർവ്യൂ. മനീഷ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും അതെ, നമ്മുടെ ജോർജ് സാർ അല്ലെ പ്രകാശ് ശർമ്മയുടെ ഉത്തരങ്ങൾ വളരെ അദ്ദേഹത്തിന് കേട്ടിരിക്കാൻ രസമുണ്ട്. എന്തു മനോഹരമായിട്ട് സംസാരിക്കും. ഒരു ക്രിയേറ്റർ, ഒരു നരേഷൻ പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നത്. ഒരു ആലപ്പുഴക്കാരനായ, ഒരു ചേർത്തലക്കാരനായ ആളെങ്ങനെ ഇതിലേക്ക് വരുന്നു, സിനിമയിലേക്ക് എത്തിയ കാര്യവും, ജോർജ് സാറിൻ്റെ കഥാപാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു, അതിലേക്കുണ്ടായ കുറേ കഥകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഇനി അഭിനയിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. കാരണം അതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ അത് അഭിനയിക്കാൻ താല്പര്യമുള്ളൂ. അതുപോലെ നിർവ്വാണ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ മുതലാളിയാണ്. അദ്ദേഹത്തിന് ഇതുപോലെ സിനിമയുടെ കൂടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ എക്സൈറ്റിംഗ് ആയ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ തുടരും സിനിമ ചെയ്തതെന്ന് നമുക്ക് എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും കേരളത്തിൽ 100 കോടി ഇപ്പം തന്നെ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ ഐക്കണിക് വില്ലന്മാരുടെ ലിസ്റ്റിൽ ജോർജ് സാറിൻ്റെ പേരും കയറി കഴിഞ്ഞു. നമുക്കറിയാം കുറേ വില്ലന്മാരുടെ പേരെടുത്താൽ നമുക്ക് ഈ നമുക്ക് പാക്കാൻ മുന്തിരിത്തോപ്പുള്ള നമ്മുടെ പോൾ പൈലോക്കാരൻ തിലകൻ ചെയ്ത കഥാപാത്രം, അതുപോലെ നമ്മുടെ താഴ്വാരത്തിലെ നമ്മുടെ രാഘവൻ എന്നൊരു സലീം ഗൗസ് എന്നൊരു തമിഴ് ആക്ടർ ചെയ്ത കഥാപാത്രമൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈവൻ ലാലേട്ടൻ തന്നെ ചെയ്ത മറ്റേ ഉയരങ്ങളിൽ എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം, ഇങ്ങനത്തെ നിരവധി കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ നമുക്കറിയാം പിന്നെ മുന്നോട്ട് വരുമ്പോഴത്തേനുള്ള പല സിനിമകളിൽ നമ്മുടെ ഫാബിയൻ, അദ്ദേഹത്തിൻ്റെ നമ്മുടെ സീസൺ എന്ന മോഹൻലാൽ സിനിമകൾ, പത്മരാജ മോഹൻലാൽ സിനിമയിലെ ഫാബിയൻ ഒരു വലിയ ഒരു വില്ലനായിരുന്നു. കിലുക്കത്തിലെ സമദ് ഖാൻ, നമുക്ക് അദ്ദേഹത്തിനൊക്കെ നമ്മുടെ ശ്രദ്ധിക്കപ്പെട്ട വില്ലന്മാരിൽ ഒരാളാണ്. പിന്നെ നമ്മുടെ മണപ്പള്ളി പവിത്രൻ, നമ്മുടെ കലാഭമണി ചേട്ടൻ ചെയ്ത നമ്മുടെ ഏത് പടം, ചോട്ടാ മുംബൈയിലെ കലാഭമണിച്ചേട്ടൻ്റെ നടേശൻ എന്ന കഥാപാത്രം, ഇതൊക്കെ വില്ലന്മാരുടെ ഹിസ്റ്ററികളിൽ കയറിയ വളരെ വ്യത്യസ്തമായി പെർഫോം ചെയ്ത മോഹൻലാൽ സിനിമകളിലെ വില്ലന്മാരാണ്. അതിലേക്കാണ് ഇപ്പോൾ ന്യൂ എൻട്രി, ന്യൂ അഡ്മിഷൻ ജോർജ് സാറ്. അതെന്തായാലും പ്രകാശ് ശർമ്മ അതിമനോഹരമായിട്ട് ചെയ്ത് ഫലിപ്പിച്ചു. ആൾക്കാർക്ക് ഇറങ്ങുമ്പോൾ ആ ക്യാരക്ടർ മനസ്സിൽ നിന്ന് അത്രയ്ക്കും ദേഷ്യ ക്യാരക്ടറോട് തോന്നണമെങ്കിൽ അത് എന്തുമാത്രം പെർഫോമൻസ് അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്നു. ഒരു സൈക്കോയോ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റാത്ത ഒരു ക്യാരക്ടറുള്ള, സത്യമായിട്ട് ഇവരതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മെറ്റഫർ, അതായത് ഒരു പാമ്പിനോട് ഉപയോഗിച്ചാണ് ഈ നമ്മുടെ ജോർജ് സാറിനെ ഇവർ പലയിടത്തും പ്രസൻറ്റ് ചെയ്യുന്നത്. അത് സത്യമാണ്. എപ്പോൾ വിഷം ചീറ്റും, എപ്പോൾ കടിക്കും, എങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ലാത്തൊരു ക്യാരക്ടർ. അത് എഴുതി പിടിപ്പിച്ച KR സുനിലും തരുൺമൂർത്തിയെ സമ്മതിക്കണം. കാരണം അത്രയ്ക്കും മനോഹരമായൊരു ക്യാരക്ടർ ആർക്കാണ് അതിനുള്ളത്. എന്തായാലും അത് പ്രകാശ് ശർമ്മയുടെ ജീവിതത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻറ്റ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ, വ്യത്യസ്തമായ റോൾ അദ്ദേഹത്തെ നമുക്കിനി കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം.